ഫൈനലി നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പറയുന്നത് എന്താ പറയുക, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മേജർ പർപ്പസ് ഓഫ് ദ ബിസിനസ് എന്താണ്. പൊതുവേ നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. ഇതങ്ങനെയല്ല പറയുന്നത്. എന്താണോ നമ്മുടെ മേജർ ഓപ്പറേഷൻ അതിൻ്റെ മാനേജ്മെൻറ്റാണ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ്. പൊതുവേ പ്രൊഡക്ഷൻ യൂണിറ്റുകളുള്ള സ്ഥലത്ത് എന്ത് വരാറുള്ളൂ, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു സാധനം വരാറുള്ളൂ. നമുക്ക് എന്ത് കാണാം, ഒരു പ്രത്യേക ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിടത്താണ് എന്ത് വരുന്നത്, ഒരു ഓപ്പറേഷൻ മാനേജർ വരുന്നത്. OM എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ മീനിങ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്കോപ്പ് എവിടെ കൊണ്ട് ലിമിറ്റഡ് ആണ്. വാട്ട് ഈസ് എ മെയിൻ പർപ്പസ് ഓഫ് ദ ബിസിനസ്, അത് നടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ പർപ്പസ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് ബുക്ക് വിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബുക്ക് വിൽക്കുന്നു എന്ന് ഇ-കൊമേഴ്സ് ബുക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, ബില്ല് കൊടുക്കാനും പൈസ വാങ്ങാനും കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അതേസമയം നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിംഗ് വിങ്ങും വേണം. അതിൻ്റെ കൂടെ എന്തും വേണം, ബുക്കിൻ്റെ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കാഡമിക് വിങ് വേണം. എന്നാൽ ഈ ബുക്കിൻ്റെ സെയിൽസ് ഉറപ്പാക്കാൻ ഉറപ്പായിട്ടും ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും വേണം. ഇതിനെല്ലാത്തിനും ഉപരി ഈ ബുക്ക് ഓർഡർ കിട്ടുന്നുണ്ടോ, കിട്ടുന്ന സമയത്ത് നമുക്ക് പ്രിൻ്റ് അടിക്കാൻ പറ്റുന്നുണ്ടോ, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നു. അതാണല്ലോ നമ്മളെ പർപ്പസ്. നമുക്ക് ബില്ലിംഗ് ഉണ്ടായിരുന്നാലും ഈ പറഞ്ഞ മാർക്കറ്റിംഗ് നടന്നാലും അക്കാഡമിക് വർക്ക് നടന്നാലും സെയിൽസിൻ്റെ കാര്യങ്ങൾ ആൾക്കാർ നോക്കിയാലും സാധനം എത്തേണ്ടടുത്ത് എത്തേണ്ട ക്വാളിറ്റിയിൽ എത്തിയാലല്ലേ കച്ചവടം നടക്കത്തുള്ളൂ. അപ്പോൾ അത് നടക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, മാർക്കറ്റിങ്ങിലൂടെ കണ്ടെത്തി സെയിൽസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, റിയാലിറ്റിയിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ആരുടെ ജോലി, ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ജോലി. അവരുടെ മേജർ വർക്കുകളാണ്. ഒന്ന്, റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ദ പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വീണ്ടും എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം തന്നെ പറയുന്നു. എനിക്കിന്ന് എന്ത് ചെയ്യണം, തിരുവനന്തപുരത്ത് 4 സ്ഥലങ്ങളിൽ ഡെലിവറി ചെയ്യണം. അതാണ് എൻ്റെ ഇന്നത്തെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കുന്നു, പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്നു, പിന്നെ അടുത്ത സ്ഥലത്ത് കൊണ്ടു കൊടുക്കുന്നു, പിന്നെയും തിരിച്ച് വീട്ടിൽ വരുന്നു, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, പിന്നെയും തിരിച്ച് വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര യാത്രയായി നോക്കി. അതിന് പകരം ഞാൻ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഇത് പൊതുവേ ചെയ്യുന്ന പരിപാടി ഇതാണ്. ഇപ്പം ഞാനിതാ ഇന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ പോകുന്നു, അതിൽ നിന്ന് കുറച്ചും കൂടെ ദൂരം പോയാൽ അത് അടുത്ത സ്ഥലത്ത് കൊടുക്കാം, അതിൽ നിന്ന് ഒരല്പം കൂടെ ദൂരം പോയാൽ അടുത്ത സ്ഥലത്ത് കൊടുക്കാം. ഓക്കെ, 3 സ്ഥലത്ത് കൊടുക്കാം. 4ാമത്തെ നമ്മൾ ഒന്നും കൂടെ പോയേ പറ്റത്തുള്ളൂ. പോട്ടെ, കുഴപ്പമില്ല, അകലെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, ഈ 3 യാത്ര ഒഴിവാക്കി ഒരൊറ്റ യാത്രയാക്കി മാറ്റാം അല്ലേ. ചിലപ്പോൾ നമ്മൾ 2 പേരും ഒരുമിച്ചിറങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും, 4ാമത്തെ ഇടത്തും കൂടെ നമ്മൾ അപ്പത്തന്നെ കൊണ്ട് കൊടുക്കും. എല്ലാം ഒറ്റയടിക്ക് നമുക്ക് തീർക്കാൻ പറ്റും. യാത്ര ലാഭം. മനസ്സിലായല്ലേ. ഇതുപോലെ നമുക്ക് നമ്മുടെ ഡെലിവറി കൊടുക്കേണ്ട റൂട്ട് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിയാണ് എന്തെന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിന് ഒരു പ്രത്യേക ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നതിനാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് ഏത് ഡേറ്റിൽ ഏത് ടൈമിൽ ഞാനത് കൊണ്ട് കൊടുക്കണം എന്നുള്ള തീരുമാനിച്ച് വയ്ക്കുക. ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 കാര്യങ്ങളും പ്ലാനിങ് ആയിരുന്നു. ഇതിൻ്റെ എക്സിക്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പാച്ചിങ് തന്നെ. കൈമാറ്റം നടത്തുക, എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഫെസിലിറ്റി ലൊക്കേഷൻ. നമ്മളെ ഫെസിലിറ്റിയുടെ ലൊക്കേഷൻ, നമ്മൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റോർ റൂമിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീണ്ടും ഞാൻ നമ്മുടെ ബുക്കിൻ്റെ കാര്യം തന്നെ പറയുകയാണ്. നമ്മളിപ്പോൾ മൺവിള എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ ഇരിക്കുന്നത്. നമുക്ക് ഈ ലൊക്കേഷൻ ഐഡിയൽ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് മൺവിളയിൽ നിന്ന് എങ്ങോട്ട് വരാം, NH കയറാൻ എളുപ്പമാണ്. NH കയറി കഴിഞ്ഞാൽ പിന്നെ എവിടെയും കൊണ്ട് കൊടുക്കാം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബട്ട് 100% ഐഡിയലാണെന്ന് പറയുന്നില്ല. നമുക്കിപ്പോൾ പറ്റുന്നൊരിടത്ത് വച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ട്രിവാൻഡ്രം സിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നമ്മൾ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്കതെന്താണ് കുറച്ചും കൂടെ ഐഡിയലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ യാത്രാ ചിലവ് കുറയ്ക്കാൻ പറ്റും, വളരെ പെട്ടെന്ന് സാധനങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റും. ഇപ്പോൾ മൺവിള എന്ന് പറഞ്ഞൊരു ഡിസഡ്വാൻറ്റേജ് തന്നെ ഞാൻ പറയാം. ചില കൊറിയർ കാര്യമൊന്നും നമുക്ക് അവിടെ വന്ന് ബുക്ക് എടുക്കത്തില്ല, മൺവിളയൊന്നും ബുക്ക് എടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ മൺവിളയിലാണ് ബുക്ക് ഇരിക്കുന്നത് എന്നുള്ളതിന് അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് താനും. മനസ്സിലായല്ലേ. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫെസിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ നിങ്ങൾ എങ്ങനെ തീരുമാനിക്കുമെന്നുള്ള ചോദ്യത്തിന് പല ഫാക്ടേഴ്സ് നമ്മൾ കണക്കിലെടുക്കണമെന്നുള്ളതാണ്. ഒന്ന്,
ഈ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ദൂരം, 2 നമ്മുടെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി. ഇപ്പം നമ്മൾ മൺവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു യൂണിറ്റ് വയ്ക്കാനുള്ള ഏറ്റവും വലിയ കാര്യം നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് മൺവിളയിലാണ്. ഓക്കെ, വേറൊരു പ്രിൻറ്റേഴ്സാണ് നമുക്ക് വേണ്ടി പ്രിൻറ്റ് ചെയ്യുന്ന EBC എന്ന് പറഞ്ഞാൽ അത് മൺവിളയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓർഡർ എടുക്കാനും അത് പെട്ടെന്നൊന്ന് കളക്ട് ചെയ്യാനൊക്കെ എളുപ്പം അവിടെ ആയതുകൊണ്ടാണ് നമ്മൾ മൺവിളയിൽ എന്ത് വെച്ചേക്കുന്നത്, ലൊക്കേഷൻ വെച്ചേക്കുന്നത്. അതാണ് നമ്മൾ കണ്ട ഒരു ഫാക്ടർ. ഇതുപോലെ ഓരോ ബിസിനസ്സിനും ഓരോരോ ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെപ്സി അവരൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ തിരുവനന്തപുരത്ത് ഇടാൻ നോക്കുന്നു. അപ്പോൾ അവരെവിടെ ഇടും? എവിടെയാണോ അവർക്ക് വാട്ടർ അവൈലബിലിറ്റി കൂടുതലുള്ളത്. കാരണം അവരുടെ പ്രൊഡക്ഷൻ വാട്ടർ ആണല്ലോ, അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. ഇതുപോലെ ഓരോ ബിസിനസ്സിനും ഓരോ കാര്യങ്ങളായിരിക്കും അത്യാവശ്യം ഡിസ്പാച്ചിങ്ങിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഡിസ്പാച്ചിങ്ങിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാ വിധത്തിലും അവർക്ക് ഗുണകരമായ രീതിയിൽ അവർ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാറുള്ളൂ. പിന്നെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നും പറഞ്ഞ രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു ജനറലായിട്ട് എന്താ പറയുന്നത്, ഒരു ഫാക്ടറി, ആ ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിക്കാണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെന്ത് പറയുന്നത്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. അതായത് എന്താണ്, നമുക്കൊരു നമ്മുടെ കാര്യം തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ ബുക്ക് പ്രിൻറ്റ് ചെയ്യുന്നു. ബുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം പേപ്പേഴ്സ് ലോ പ്രൈസിന് കിട്ടണം, അതിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ കിട്ടണം, പ്രിൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, എത്ര മിനിമം ക്വാണ്ടിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം അല്ലേ, എത്ര ക്വാണ്ടിറ്റി എത്തുമ്പോൾ നമ്മൾ റീ ഓർഡർ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. ബട്ട് അതൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാണ്. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്, എപ്പോഴാണ് നമ്മൾ റീ ഓർഡർ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ഡേഞ്ചർ ലെവൽ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചായി പറയുന്നത്. ഓക്കെ, നമ്മളതിന് ABC ടെക്നിക്ക്, VED എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ വേണമെന്ന് ചോദിച്ചാൽ അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല, പറഞ്ഞില്ലേ, എല്ലാം കൂടെ പറയുന്നൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അത്ര ഡെപ്തിലേക്ക് പോകണ്ട. ബട്ട് സ്റ്റിൽ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ സേഫ്റ്റി കൺസിഡറേഷൻ, എൻവയൺമെൻറ്റ് ആസ്പെക്റ്റൊക്കെ അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാക്ടറിയുടെ സൈഡിൽ ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. കുറേ കൈ നീട്ട് എഴുതാനുള്ള തള്ള എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്കിനി എന്ത് ചെയ്യാം, നമ്മളെല്ലാ മൊഡ്യൂളിൻ്റെ അവസാനം ചെയ്യുന്ന പോലെ കോഴ്സ് ഔട്ട്കംസ് ഒന്ന് നോക്കാം. ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് നേടിയെന്ന് ഉറപ്പാക്കണം എന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസ് ഇറക്കിയതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഫങ്ഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ച് കഴിയുമ്പോൾ, യു പീപ്പിൾ വിൽ ബി ഏബിൾ ടു ഡിസ്ക്രൈബ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയ. അങ്ങനൊരു ചോദ്യം വരാം. അതായത് ഈ ഒരു ഫങ്ഷണൽ ഏരിയ പറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ എന്തൊക്കെ പ്രത്യേകതരം പ്രിൻസിപ്പിൾസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്സാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ കൈനീട്ട് എഴുതാനുള്ളതേ ഉള്ളൂ, അല്ല വലിയ കഥയൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യേണ്ടി വരും, അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പോലുള്ള പുതിയ ടെക്നിക്കുകളെ കുറിച്ച് സംസാരിക്കുക, അങ്ങനെ. അപ്പോൾ അതുപോലെ എല്ലാത്തിനും കുറിച്ച് ഒരു ബേസിക് ധാരണ എന്തായാലും വേണം. ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഓഫ് ബിസിനസ്. ഒരു ചോദ്യമായിട്ട് വന്നാൽ എഴുതാൻ മനസ്സിലൊന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്യാം, ഇത് ജനറലായിട്ടായിരിക്കില്ല വരുന്നത്. ഒരുപക്ഷെ ഒരു കഥ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇന്ന രീതിയിൽ പോകുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്, പിന്നെ വീണ്ടും പറയുന്നത് കോഗ്നിറ്റീവ് ലെവലിൽ നോക്കണം, ഇവാലുവേറ്റാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യത്തിനെ എന്താ പറയുക, അവലോകനം ചെയ്യാനുള്ളത് കഴിവുണ്ടോ എന്നാണ് അവർ അന്വേഷിക്കുന്നത്. ഒരു ഉദാഹരണം അവർ പറയുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു കമ്പനി ഒരു പ്രത്യേക പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ ഇല്ലാത്തൊരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ആ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ IPO ഇറക്കാൻ പോകുന്നുണ്ട്, അവരുടെ പിന്നെ ഷെയർ വിൽക്കാൻ പോകുന്നുണ്ട്. ആ കമ്പനിക്ക് ഇപ്പോൾ വളരെ മോശം പേരാണ്. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവരുടെ ഷെയർ വിൽക്കാൻ പോകുന്നത് ശരിയായുള്ള തീരുമാനമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ഷെയർ വിറ്റല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവരെന്ത് കണ്ടെത്തും, ഫണ്ട് കണ്ടെത്തും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്, അവരെന്ത് സോഴ്സ് ഓഫ് ഫിനാൻസിനെ ആശ്രയിക്കുമെന്നാണ് ചോദിക്കുന്നത്. ബട്ട് അതിനെ നമുക്ക് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യനായിട്ട് തരത്തില്ല, മറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ, അവന് ആവശ്യം വന്നാൽ ഈ പഠിച്ചതെടുത്ത് ഉപയോഗിക്കാൻ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒറ്റ പണിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് അവർ ഈ പഠിച്ച കാര്യം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റായിട്ടായിരിക്കില്ല, ആപ്ലിക്കേഷൻ തലത്തിലായിരിക്കും ചോദ്യം വരിക.
ഇവാലുവേറ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ എഫക്റ്റീവ്നെസ് ഇൻ അച്ചീവിംഗ് ബിസിനസ് ഗോൾ. ആ മാർക്കറ്റിംഗ് ടെക്നിക്സും സ്ട്രാറ്റജീസൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു മിനിമം ഐഡിയ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ ഗോൾ അച്ചീവ് ചെയ്ത്, എല്ലാം ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ വിചാരിക്കും പോലെ വലിയ കാണാൻ പഠിച്ചു വിട്ട് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവാലുവേറ്റ് ഹൗ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് കോൺട്രിബ്യൂട്ട് ടു ബിൽഡിംഗ് ആൻഡ് എഫക്റ്റീവ് ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സ്. ഒറ്റ ബാക്കി പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അനലൈസ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്തൊക്കെ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ് നിർത്തിയ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പിന്നെ ഡിസ്പാച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കും, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് നോക്കും, ക്വാളിറ്റി മാനേജ്മെൻറ്റ് നോക്കും, ടൈംലി ആയിട്ട് സാധനങ്ങൾ എത്തിക്കുന്നുണ്ടോ, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. അപ്പോൾ എല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചോദിക്കുന്ന രീതി നിങ്ങൾക്കതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും. മനസ്സിലായല്ലേ? പിന്നെ ഇതൊരു ആപ്ലിക്കേഷൻ വന്നിട്ടില്ല. ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അത്ര പേടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യത്തിനൊന്ന് വിശദീകരിച്ച് എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ, ഒന്ന് ഇരുന്ന് ആലോചിച്ച് എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ജനറലായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എന്തും എവിടെയും ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, താങ്ക് യു.